എക്സാമിന് പോവാണോ വേണ്ടത്, അതോ ജുമക്ക് പോവാണോ, എന്ത് ചെയ്യും? അപ്പം ജുമ എന്തായാലും മിസ്സാക്കാൻ കഴിയില്ല. നമ്മൾ എപ്പോഴൊക്കെ അള്ളാഹുവിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു, അപ്പൊ അള്ളാഹു നമ്മളെയും പരിഗണിക്കും എന്നുള്ളതാണ്. ഫലസ്തീനിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നടന്ന സ്റ്റഡി പ്രകാരം റിലീജിയസ് ആക്ടിവിറ്റീസിൽ മുഴുകുന്നത് വഴിയാണ് അവർക്ക് ഉണ്ടാവുന്ന ട്രോമനെയും അവര് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സകല സ്ട്രെസ്സിനെയും അവര് കോപ്പപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. എന്നെ പഠിപ്പിച്ചു വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കോളജിയും റിലീജിയനും നമുക്ക് ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് കേൾക്കാൻ ഞാനിവിടെ ഉണ്ട്, നിനക്ക് എന്തും എന്നോട് പറയാന്നുള്ളൊരു ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് ഒരു സൈക്കോളജി സെഷൻ തുടങ്ങുക എന്ന് പറയുന്നത്. നിന്നെ നിന്റെ നാഥൻ കൈവിട്ടിട്ടില്ല, വെറുത്തിട്ടുമില്ല. ഒരു സൈക്കോളജിസ്റ്റ് എടുക്കുന്ന ഒരു അപ്രോച്ച് ആണ് ഇവിടെ ഖുർആൻ എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അതായത് കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് എന്ന് പറയും. വുളു എടുക്കുന്ന സമയത്ത് ഒരു ഡൈവിംഗ് റിഫ്ലക്സ്, നമ്മളുടെ മുഖവും ആയിട്ട് വെള്ളം തട്ടുന്ന സമയത്ത് ഒരു ഡൈവിംഗ് റിഫ്ലക്സ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുകയാണ്. ഹാർട്ട് റേറ്റ് കുറയും, അതുവഴി നമ്മളുടെ ബ്ലഡ് പമ്പിംഗ് ഒക്കെ നോർമൽ ആവുകയും ചെയ്യാണ്. അപ്പൊ വുളു എടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ സ്ട്രെസ്സിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരം. എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം, അതൊരാളായിരിക്കാം, ഒരു കൂട്ടമായിരിക്കാം. ആ കൂട്ടം എപ്പോഴും നമ്മളുടെ മൂല്യങ്ങളെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടമാണെങ്കിൽ അത് അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും എന്നുള്ളത് കൂടി പറഞ്ഞേക്കാണ്.